ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുട്ട ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നല്ലോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ഇതാ ഇന്നേക്ക് 19, ഇന്നേക്ക് 20 ദിവസമായി. 19ാമത്തെ ദിവസം തന്നെ ഒരു 3-4 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇതാ ഓരോരുത്തർ കണ്ടവിടെ കണ്ടില്ലേ, ഇതാ 10 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഇനിയും 17 ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 7 വിരിയാനുണ്ട്. അതൊരു 3-4 കൊത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വിരിയുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 19 ദിവസമായി കഴിഞ്ഞാൽ വിരിഞ്ഞ പിന്നെ തുറക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഇതായിരുന്നു എൻ്റെ അറിവിൽ. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കുകയൊക്കെ വേണം, വിരിയുന്നുണ്ടോ എന്തൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് എൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയത് കാരണം ഇതാ ഈ ഒരു കോഴിക്കുഞ്ഞ് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ വീണിരുന്നു കേട്ടോ. ഞാൻ വന്ന് നോക്കാൻ വൈകിയിരുന്നെങ്കിൽ ഇപ്പം അത് ചത്തു പോകുമായിരുന്നു. പിന്നെ അതുപോലെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ മണ്ടയിൽ മുറിവായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയായ കുറച്ച് ഇന്നലെയൊക്കെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ ഞാനിപ്പം വേറെ ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇതിൽ അവർ എല്ലാം പാടെ കിടന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പം ഞാൻ ഈ മാറ്റി കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ച് തരട്ടെ. അത് അടച്ച് വെക്കട്ടെ. ഇതിപ്പം ബോക്സ് അതുപോലെ തന്നെ ഞാൻ അടച്ചു. ഇതാ കണ്ടോ കുഞ്ഞുങ്ങൾ, ഈ ഒരു ബോക്സിലേക്ക് ഞാൻ മാറ്റിയിപ്പോൾ കണ്ടല്ലേ. അപ്പം ഇതാ ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബൾബ് അവർക്ക് ചൂടിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതുണ്ടോ കുഞ്ഞിൻ്റെ തലയിലാണ് മുറിവ് വന്നിട്ടുള്ളത്. കണ്ടോ, നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ സംഭവിക്കും. ആ ഫാനിലൊക്കെ കുടുങ്ങിയിട്ട് പലതും സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ ചിലത് ഞാനിപ്പോൾ സൂചിപ്പിച്ചെന്ന് മാത്രമേ, എനിക്കും ഫുൾ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവർക്ക് ഗ്ലൂക്കോസിൻ്റെ വെള്ളം കലക്കി കൊടുക്കണം. ഞാൻ ഇപ്പം മാറ്റിയിട്ടുള്ളൂ. ഗ്ലൂക്കോസിൻ്റെ വെള്ളമാണ് ഞാൻ ഇവർക്ക് ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. എന്തായാലും എനിക്ക് 17 മുട്ട വെച്ചതിൽ 21 വെച്ചിരുന്നു. അതിലൊരു 3-4 ഭ്രൂണം ശരിയാവാത്തത് ഞാൻ 6-ാമത്തെ ദിവസം എടുത്ത് മാറ്റിയിരുന്നു. ബാക്കി ഇപ്പോൾ ഒരു 17 മുട്ട എങ്ങാനും ഉണ്ടായിരുന്നു. അതിൽ 10 വിരിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ശ്രദ്ധ എപ്പോഴും വേണം കേട്ടോ അവരിൽ. പിന്നെ ബാക്കി കുഞ്ഞുങ്ങളും കൂടെ വിരിയുമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ. ഞാൻ ഫസ്റ്റ് ടൈമിലാണല്ലോ ഇപ്പോൾ ഇത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ പിന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞുങ്ങളെ പലതിലും ഞാൻ കേട്ടിട്ടുള്ളത് ഇവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് അങ്ങനെ തുറന്ന് നോക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ ഇതുപോലത്തെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ബൾബ് എത്രമാത്രം ചൂട് അവർക്ക് തട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ അവർ കണ്ടോ ബോക്സിൻ്റെ ആ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ആവശ്യത്തിനുള്ള ചൂട് ഇത് കുറച്ച് കൂടുതലാണ് തോന്നുന്നത്. അപ്പോൾ ഈ ബൾബ് ഒന്ന് നോക്കി കൊടുക്കണം. എന്നിട്ട് ഇനി ഇത് അടച്ച് വയ്ക്കണം. നന്നായിട്ട് ഒന്ന് മൂടി അവർക്ക് ശ്വാസം കിട്ടുന്ന രീതിയിൽ ഇത് മൂടി വയ്ക്കും വേണം. ഇനിയിപ്പോൾ കണ്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്കിട്ട് കൊത്തുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഇത് മാറ്റി കിടത്തേണ്ട ഒരു ഇതാണ്. ഇനിയാണ് പ്രയാസം വിരിഞ്ഞ് കഴിഞ്ഞാൽ. അതുവരെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന അത്ര ടെൻഷനുള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഹീറ്റും പിന്നെ അതുപോലെ ഹ്യൂമിഡിറ്റിയൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വിധ മുട്ടകളൊക്കെ വിരിഞ്ഞു പോകും. അതിൽ പൂവനും പെടയും തമ്മിലുള്ള സമ്പർക്കമുള്ള മുട്ടയുള്ളൂ കേട്ടോ വിരിയുക. അല്ലാതെ വിരിയുന്ന മുട്ടകൾ വിരിയില്ല. അപ്പോൾ ഇതൊക്കെ ആവറേജ് ചെറിയ മുട്ടകളായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ആരോഗ്യമൊക്കെയുള്ള കുഞ്ഞുങ്ങളെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ അറിവ്, എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക പരീക്ഷണം തന്നെയായിരുന്നു. അതിലെനിക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക, നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ കേട്ടറിവല്ല. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമുക്ക് മുട്ട പിന്നെ ഇൻക്യുബേറ്ററിൽ വിരിയുന്നത് വരെ നമ്മൾ ആ കറക്റ്റ് ഇതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിരിയും, എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വരും. പക്ഷേ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കണം.
ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിതുപോലത്തെയൊക്കെ മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും വരും. അതുവരെ ബായ്.